വലിയ കമ്പനികളുടെ CSR ഫണ്ട് ഉപയോഗിച്ച് പകുതി വിലയ്ക്ക് 2 വീലർ നൽകാമെന്ന് പറഞ്ഞ് സംസ്ഥാനത്തുടനീളം കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ മുഖ്യപ്രതി പിടിയിൽ. തൊടുപുഴ, കുടയത്തൂർ, കോളപ്ര, ചുരക്കുളങ്ങര വീട്ടിൽ അനന്തു കൃഷ്ണനെയാണ് മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തത്. സംസ്ഥാനത്തുടനീളം 800 കോടിയോളം രൂപയുടെ തട്ടിപ്പ് പ്രതി നടത്തിയിട്ടുണ്ടെന്നാണ് നിഗമനം. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കീഴിൽ സൊസൈറ്റി രൂപീകരിച്ചാണ് പ്രതി തട്ടിപ്പിന് തുടക്കമിട്ടത്. പിന്നീട് സൊസൈറ്റി അംഗങ്ങളെ കൊണ്ട് ഇയാൾ രൂപീകരിച്ച കൺസൾട്ടൻസിയിലേക്ക് ഇരുചക്ര വാഹനം നൽകാമെന്ന് പറഞ്ഞ് പണം നിക്ഷേപിപ്പിക്കുകയായിരുന്നു. 9 കോടിയോളം രൂപ ഇത്തരത്തിൽ മൂവാറ്റുപുഴയിൽ നിന്ന് മാത്രം തട്ടിപ്പ് നടത്തി. സംസ്ഥാനത്താകെ 800 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് പ്രാഥമിക നിഗമനം. സംസ്ഥാനത്തെ എല്ലാ ബ്ലോക്കിന് കീഴിലും പ്രതി ഇത്തരം സൊസൈറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട്. വിവിധ കമ്പനികളുടെ CSR ഫണ്ട് ലഭിക്കുമെന്ന് വാഗ്ദാനം നൽകിയാണ് ഇയാൾ വലിയ തട്ടിപ്പ് നടത്തിയത്. 2022 മുതലാണ് പ്രതിയായ അനന്തു കൃഷ്ണൻ തട്ടിപ്പിന് തുടക്കമിട്ടത്. പൊതുജനങ്ങൾക്ക് സ്കൂട്ടർ, ഹോം അപ്ലയൻസസ്, വാട്ടർ ടാങ്ക്സ്, ഫെർട്ടിലൈസേഴ്സ്, ലാപ്ടോപ്പ്, തയ്യൽ മെഷീൻ എന്നിവ പകുതി വിലയ്ക്ക് നൽകാമെന്നായിരുന്നു വാഗ്ദാനം. സന്നദ്ധ സംഘടനകളെയും സീഡ് സൊസൈറ്റികളെയും സ്വാധീനിച്ചാണ് പ്രതി തട്ടിപ്പ് നടത്തിയത്. തട്ടിപ്പിനായി സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ ഓഫീസുകളും ഇയാൾ തുറന്നു. പൊതുജനങ്ങളുടെ വിശ്വാസ്യത നേടിയെടുക്കുന്നതിനായി ഓഫീസ് ഉദ്ഘാടനത്തിനായി ഇയാൾ തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ മുതൽ മന്ത്രിമാർ വരെയുള്ളവരെ എത്തിച്ചു. ആദ്യഘട്ടത്തിൽ ബുക്ക് ചെയ്തവർക്ക് വാഹനം നൽകാനും പിന്നീട് ആർഭാട ജീവിതത്തിനും സ്വത്തുവകകൾ വാങ്ങിക്കൂട്ടുന്നതിനുമാണ് തട്ടിയെടുത്ത പണം പ്രതി ചിലവഴിച്ചത്. നാഷണൽ NGO ഫെഡറേഷൻ എന്ന സംഘടനയുടെ നാഷണൽ കോർഡിനേറ്ററാണെന്നും ഇന്ത്യയിലെ വിവിധ കമ്പനികളുടെ CSR ഫണ്ട് കൈകാര്യം ചെയ്യാൻ തന്നെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നതെന്നും അവകാശപ്പെട്ടായിരുന്നു ഇയാളുടെ തട്ടിപ്പ്. എന്നാൽ ഇതുവരെ ഒരു കമ്പനിയിൽ നിന്നും CSR ഫണ്ട് ലഭ്യമായിട്ടില്ലെന്ന് പ്രതി സമ്മതിച്ചതായാണ് വിവരം. അനന്തുവിൽ നിന്ന് ഉന്നത രാഷ്ട്രീയ നേതാക്കൾ പണം പറ്റിയതായും ആരോപണമുണ്ട്. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൂടുതൽ പേർ ഇയാൾക്കെതിരെ പരാതിയുമായി രംഗത്ത് വരാനാണ് സാധ്യത.